ഇത് ഭയങ്കര രസമുള്ളൊരു കഥയാണ്. ഇതായിരിക്കുന്നു തേജസിനൊക്കെ അറിയാം. നമുക്ക് ജീവിരാജില് ഞാൻ ജീവിരാജ് പോയത് ഒരു ഷോർട്ട് പുട്ട് അത്ലറ്റ് ആയിട്ടാണ്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെക്കാളും ഹെൽത്തി ആയിട്ടുള്ള ഹൈറ്റ് ആയിട്ടുള്ള പ്രൊഫഷണലി ട്രെയിനിങ് ചെയ്തിട്ടുള്ള ഈവൻസ് ഷോർട്ട് പുട്ട് ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പം നമുക്കതിനകത്തൊരു കാരിയർ ഇല്ല. എന്താ പറയുന്നത്, ഷോർട്ട് പുട്ടിനകത്തൊരു കാരിയർ ഇല്ലെന്ന് ചെന്നപ്പോൾ തന്നെ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് മനസ്സിലായി. പിന്നെ എങ്ങനെയാണ്, കാരണം ജീവിരാജിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷം വീഡ് ഔട്ട് ഉണ്ട്. അതായത് പെർഫോമൻസ് ഇല്ലെങ്കിൽ അവർ നമ്മൾ പുറത്താക്കും. പിന്നത്തെ ഒരു അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ കേരള ടീമിൽ കളിച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു 60 മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. യെസ്, 10ാം ക്ലാസ്സിൽ SSLCക്ക്. അപ്പം ഒന്ന് വീഡ് ഔട്ട് ആവരുത്, 2 ഗ്രേസ് മാർക്ക് കിട്ടണം. ഏതാണ് ഈവന്റ് ഈസി, അതാണ് ഏറ്റവും ആദ്യം നോക്കുന്നത്. അപ്പൊ ഫുട്ബോളിൽ നോക്കിയപ്പോൾ എന്റെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഒരു 10-25 പേര് ഫുട്ബോളിലുണ്ട്. അപ്പം കേരള ടീമിൽ കളിക്കാൻ ചാൻസ് കുറവ്. പിന്നെ ബാസ്കറ്റ് ബോളും വോളിബോളും ആണെങ്കിലും അന്ന് ഹൈറ്റ് കുറവായിരുന്നു, തടി ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് രണ്ടിലും പോയിട്ടും കാര്യമില്ല. പക്ഷെ ഞാൻ ഇതെല്ലാം ട്രെയിനിങ് ചെയ്തു കേട്ടോ. ഫുട്ബോള്, ഗോൾ കീപ്പർ ട്രെയിൻ ചെയ്തു, മിനി കളിക്കാൻ വേണ്ടി ബാസ്കറ്റ് ബോളിലും പോയി, വോളിബോളിലും പോയി. അവസാനം ഹോക്കിയിലൊരു ഗോൾ കീപ്പർ ചേട്ടൻ ഉണ്ട്, അനീഷ് എന്നും പിന്നെ സുജിത്ത് എന്നും 2 പേരും പേര്. ഇവർ 2 പേരെയും കണ്ടു. അവർ ദിവസം ഇങ്ങനെ ഇത് സംസാരിക്കുവാണ്, ശ്രീ ഇങ്ങനെ ഹോക്കിയിലേക്ക് വാ, ഹോക്കി നമ്മൾ ബെസ്റ്റ് സ്കൂൾസ് ജയിക്കും, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡൽഹി പോയി കളിക്കും, അങ്ങനെയാണെങ്കിൽ നിനക്ക് 60 മാർക്ക് കിട്ടും. അപ്പം എല്ലാം സെറ്റ്, അങ്ങനെ ഓക്കെ ആയി. അത് കഴിഞ്ഞ് ജയകുമാർ സാർ, രമേശ് സാറാണ് അന്നത്തെ കോച്ചസ്. ഒരു ദിവസം ജയകുമാർ സാർ ഇങ്ങനെ വന്ന് എല്ലാവരും കണ്ട് ഒരു ദിവസം സാറ് പറഞ്ഞു, വാ നമുക്ക് ഹോക്കി ഒന്ന് ട്രൈ ചെയ്യാം. അപ്പം ഞങ്ങൾ 8ാം ക്ലാസ്സിലുള്ള കുറച്ച് പേര് സാറിൻ്റെ കൂടെ പോയി ആദ്യം പഠിച്ചു. അപ്പം ഈ ഹോക്കി എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടി ഒന്നുമില്ല. ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ, ഗ്രിപ്പ് പിടിച്ച് ഇത് കുനിഞ്ഞ് നിന്ന് കളിച്ച് ഓടണം. അപ്പം ഭയങ്കര ടഫാണ്. ഒരു ആസ് എ പ്ലെയർ കുറച്ച് ടഫായിട്ടുള്ളൊരു ഈവന്റ് ആണ്. അപ്പം ഞാൻ ചെന്നു, ആദ്യം ഡ്രിബിളിംഗ് ഒക്കെ പഠിച്ചു. നടക്കില്ല, കാരണം ഒന്ന് തടി, 2 ഫിറ്റ്നസ് ഇല്ല, ഓടാനൊന്നും പറ്റില്ല. അപ്പൊ ഇത് നമുക്ക് പറ്റാത്ത ഗെയിമാന്ന് തോന്നി. പക്ഷെ എന്നാലും ഗ്രേസ് മാർക്ക് വേണമല്ലോ, നിന്നേ പറ്റുള്ളൂ. അപ്പോഴാണ് കുറച്ച് ഗോൾ കീപ്പേഴ്സ് സൈഡിൽ നിന്ന്, ഈ സുജിത്തേണ്ണും അനീഷേണ്ണും വിവിധ ചേച്ചി, ഇവരൊക്കെ സൈഡിൽ നിന്ന് ഇങ്ങനെ കിക്കിങ് ചെയ്യുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഈ സംഭവം കൊള്ളാം. കാരണം പാഡൊക്കെ കെട്ടുന്നു, ഒരു കോർണറിൽ നിൽക്കുന്നു, ബോൾ ചുമ്മാ കിക്ക് ചെയ്യുന്നു. വേറെ ഒരു പരിപാടിയില്ല, ഓടണ്ട, കഷ്ടപ്പെടണ്ട, വേറൊരാളുടെ ഒരു കോമ്പറ്റീഷനിലോ ഒന്നുമില്ല. അപ്പൊ ഈസിയസ്റ്റ് വേ ഏതാണ്? ഗോൾ കീപ്പർ. അങ്ങനെയാണ് ഈ ഗോൾ കീപ്പർ ആയത്, സത്യമായിട്ട്. അല്ലാണ്ട് ഇതിന്റെ ഫ്യൂച്ചറോ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ആവുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഓടാൻ പറ്റില്ല, മേലിറങ്ങാൻ പറ്റില്ല എന്ന ഒറ്റ കാര്യം കൊണ്ട് മാത്രം ഗോൾ കീപ്പർ ആയത് ഞാൻ. പിന്നെ എപ്പോഴാണ് ഈ നമ്മുടെ ഗോൾ പോസ്റ്റിന്റെ അത്രയും വലിയ കൈകൾ ശ്രീക്ക് വരുന്നത്? ശരിക്കും പറഞ്ഞാൽ ആദ്യം തുടങ്ങിയപ്പം രസമാണെങ്കിലും ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് പിന്നെയാണ്. കാരണം ജയകുമാർ സാർ, രമേശ് സാർ ആദ്യം പ്ലേയേഴ്സിനെ ഒന്ന് മെരുക്കി എടുത്തിട്ട് പിന്നെ ഗോൾ കീപ്പറിലേക്ക് കൈ വെക്കാന്ന് പറഞ്ഞ് മാറ്റി വെച്ചേക്കുമായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, ഇവന്മാര് ഈ ഷൂ ഇട്ടും സ്റ്റിക്കും പിടിച്ച് ഓടുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഈ പാഡിട്ട് ചെയ്യണമായിരുന്നു. അപ്പൊ പെട്ടു, സത്യമായിട്ട് അപ്പൊ പെട്ടു, മടിയൻ മല ചുമക്കുന്നു, അതാണ് അവസ്ഥ. പിന്നെ ഇത് വെച്ച് ഗ്രൗണ്ടിൽ ചുറ്റും ഓടണം, ഈ പാഡിട്ട് ഓടണം, അത് കഴിഞ്ഞ് ഡൈവ് അടിക്കണം. അന്ന് അധികം